ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. സക്കേവൂസിൻ്റെ ഭവനത്തിൽ. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സക്കേവൂസ് ചുങ്കക്കാരനായിരുന്നു, ധനികനായിരുന്നു. ഇതെല്ലാം ആയിരുന്നിട്ടും സക്കേവൂസ് യേശുവിനെക്കുറിച്ച് കേട്ടു. അപ്പോൾ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലിങ്ങനെ തിളച്ചു പൊങ്ങാൻ തുടങ്ങി. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ജെറീക്കോയിലൂടെ യേശു പോകുന്നത് അറിഞ്ഞതും അങ്ങനെ കാണാനുള്ള ആഗ്രഹത്താൽ ഓടി. സാധാരണ മനുഷ്യരുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കാണാൻ പറ്റില്ല, കാരണം പൊക്കം കുറവാണ്. അതുകൊണ്ട് അവനൊരു മരത്തിൻ്റെ മുകളിൽ കയറിയ ഒരു സിക്കമോർ മരത്തിൻ്റെ മുകളിലേക്ക്, അതിൻ്റെ മുകളിലേക്ക് കയറിയതൊരു വല്ലാത്ത പ്രപഞ്ചമായിരിക്കും. പൊക്കം കുറവായുള്ള പിടിച്ച് കയറലൊക്കെ ഇച്ചിരി പണിയാം. അവനുള്ള ആ ആഗ്രഹം കൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ മുകളിൽ കയറി. പക്ഷെ അതിനു മുമ്പേ യേശുവിൻ്റെ ഹൃദയത്തിൽ അവൻ കടന്നുകൂടി. യേശു അവൻ്റെ ഹൃദയത്തിലും കടന്നുകൂടി. അങ്ങനെ ഈശോ ഇവൻ സിക്കമോർ മരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇവൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞ്, ഹൃദയ അഭിലാഷങ്ങൾ തിരിച്ചറിയുന്നവനാണല്ലോ കർത്താവ്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പുറമേയാണ് നോക്കുന്നത്, ഈശോ ഉള്ളിലാണ് നോക്കുന്നത്. ഇവൻ ഈശോയെ കാണണമെന്നും ഈശോയുടെ സ്നേഹം അനുഭവിക്കണമെന്നും എപ്പോൾ ആഗ്രഹിച്ചോ ആ സമയം തന്നെ ഈശോ അവനെ സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ആ അവിടെ വെച്ച് നല്ലൊരു കുമ്പസാരം അവിടെ നടക്കുന്നത്. ഇപ്പം നോയമ്പിലാണ് നമ്മൾ. നല്ലൊരു കുമ്പസാരത്തിലൂടെ അവൻ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. പറ്റിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുക്കുന്നു. അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം അവൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായി ഈ ലോകത്തിൻ്റെ വ്യക്തികളെ കണക്കൂട്ടി നോക്കിയാൽ അവൻ ദരിദ്രനായി മാറി. അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഉണ്ടായിരുന്നതൊക്കെ അവൻ വിതരണം ചെയ്തു. പക്ഷേ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനെ അവൻ സ്വീകരിച്ചു. ഈ ലോകസൃഷ്ടാവായ, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന സ്നേഹം തന്നെയായ ഈശോയെ അവൻ സ്വീകരിച്ചു. പിന്നെ അവൻ എന്ത് വേണം? അവൻ്റെ കുടുംബം രക്ഷ പ്രാപിച്ചു. അതല്ല, ഈ കുടുംബം ഇന്ന് രക്ഷ പ്രാപിച്ചു എന്ന് ഈശോ പറയുക. നമ്മുടെ കുടുംബങ്ങളും രക്ഷ പ്രാപിക്കണ്ടേ? ഒന്ന് ചിന്തിക്കുക. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഒന്ന് ഏറ്റുപറയാൻ സക്കേവൂസിനെ പോലെ നമുക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ? നല്ലൊരു കുമ്പസാരത്തിലൂടെ, നമ്മുടെ ഒരു ജീവിത വിശുദ്ധീകരണത്തിലൂടെ, ഒരു പങ്കുവയ്പ്പിലൂടെ എല്ലാം അത് സാധ്യമാകും. ഒന്ന് ശ്രമിക്കാം. ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.